സാർ, ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോഴൊന്നും തുർക്കിയുടെ ഒരു കഴുനിഴൽ നമ്മൾ കാണാറില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സംഭവിച്ചത്. അതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടയോ കാര്യങ്ങളോ ഉണ്ടോ? സാധാരണ 1948, 1965, 1971 ഇതൊക്കെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കാർഗിൽ പോലെ 3 മാസത്തെ ഇതുപോലെ അതൊരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങിയെന്നുകൊണ്ട് വലിയ ഇതായിട്ട് കരുതുന്നില്ലെങ്കിലും അതൊരു യുദ്ധം തന്നെ. അപ്പോഴൊന്നും ഒരു തുർക്കിയുടെ പേര് അങ്ങനെ നമ്മൾ പത്രസമ്മേളനങ്ങളിലൊന്നും പൊങ്ങി വരാറില്ല. ഇത്തവണ നമ്മുടെ സഹോദരിമാർ സോഫിയ ഖുറേഷിയും വ്യോമിക്കയും അവരുടെ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാത്രിയും പാകിസ്ഥാൻ നമുക്കെതിരെ പ്രയോഗിച്ചത് തുർക്കിയുടെ അസിസ് ഗാർഡ് ഡ്രോൺസ് ആണ്. ബറാക്ടർ ഡ്രോണുകളെ പറ്റിയൊക്കെ നമുക്കറിയാം. ഈ അസിസ് ഗാർഡ് ഡ്രോണുകൾ പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പരസ്യപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഒരു രാജ്യത്തിന് വേറെ രാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെപ്പോഴും അങ്ങനെ വേണമെന്നില്ല. നമ്മൾ S-400 റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, തടയാനൊക്കെ ശ്രമിച്ചതുമൊക്കെയാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ തുർക്കിയുടെ ഡ്രോണുകൾ നമുക്കെതിരെ ഉപയോഗിച്ചു എന്നുള്ളതല്ല വിഷയം. ഇവിടെ ഇന്ത്യ സമുദ്രത്തിൽ കയറിപ്പറ്റാൻ, സ്വാധീനം ഉറപ്പിക്കാൻ തുർക്കി ശ്രമിക്കുന്നു. അതാണ് പ്രശ്നം. ഇത് നമ്മൾ മാത്രമേ ഇത് ഒരു ചാനൽ എന്നുള്ളതിലേക്ക് നിരന്തരം ചർച്ച ചെയ്യാറുള്ളൂ. നമ്മൾ ഈ അടുത്ത കാലത്തൊരു യുദ്ധക്കപ്പലും മുയൂസു തുർക്കിയിൽ പോയപ്പോൾ മാലദ്വീപ് കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മാലദ്വീപിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുന്നു, പാകിസ്ഥാനിൽ സ്ഥാനം ഉറപ്പിക്കുന്നു തുർക്കി. തുർക്കി അങ്ങനെ വലിയ രാജ്യമോ വലിയ ധനിക രാജ്യമോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണല്ലോ അസർബൈജാൻ, തുർക്കി, ചൈന, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ തുർക്കി ഇന്ത്യ സമുദ്രത്തിൽ താവളം ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. സൊമാലിയയിൽ അവർക്കൊരു താവളം ഉണ്ട് ഇപ്പോൾ തുർക്കിക്ക്. അയാൾക്ക് ഈ എർദോഗന് ഈ മതഭ്രാന്ത് കയറിയിട്ട് ഖലീഫ അവിടെ നിന്ന് വലിയ ആഗ്രഹമുണ്ടല്ലോ. സൗദി ആകരുത്, തുർക്കി ആകണം. സൗദി ആകരുത്, ഇസ്ലാമിക രാജ്യത്തിൻ്റെ നേതാവ് തുർക്കി ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. സൗദിയുടെ ചേരിയൊക്കെ നമ്മുടെ കൂട്ടത്തിലാണ്. ഇത് വേറൊരു ചേരിയാണ് തുർക്കിയുടെ നേതൃത്വത്തിലുള്ളത്. ആ ചേരിയുടെ ഒരു ഭാഗം മാത്രമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിലകൊള്ളുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ശത്രുവായിട്ട്, ചത്തപാമ്പായിട്ട് പാകിസ്ഥാൻ കിടക്കുമ്പോഴും തുർക്കി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ തുർക്കിയുടെ അദ ക്ലാസ് ആൻറ്റി സബ്മറൈൻ കോർവെറ്റ് യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖത്ത് ഈ സമയത്ത് നങ്കൂരമിട്ട് കടന്നു. സംശയാസ്പദമാണ്. C-130 ട്രാൻസ്പോർട്ട് ഹെർക്കുലിസ് വിമാനങ്ങൾ ആയുധങ്ങളുമായിട്ട് വന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തുർക്കി നിഷേധിച്ചെങ്കിലും എന്തായാലും കപ്പൽ വന്ന് കിടന്നല്ലോ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്ത ഏക പശ്ചിമേഷ്യൻ രാജ്യമാണ് തുർക്കി. അതാണ് പ്രധാനം. പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ സൗദി, UAE ഒക്കെ ഉള്ള ഖത്തർ പോലും, ഖത്തർ സാധാരണഗതിയിൽ തുർക്കിയുടെ കൂടെയൊക്കെയാണ് നിലയുറപ്പിക്കാറ്. ആ ചേരിയിൽപ്പെട്ടതാണ്. സൗദി ചേരിയിൽപ്പെട്ടതല്ല ഖത്തർ. പക്ഷെ അവരും കുറച്ച് നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചപ്പോഴും പാകിസ്ഥാൻ്റെ കൂടെ ഉറച്ചു നിന്നു തുർക്കി. അപ്പോൾ ശീത യുദ്ധകാലത്തൊക്കെ തുർക്കിയും പാകിസ്ഥാനും ഇതുപോലെ തന്നെ. തുർക്കിയും പാകിസ്ഥാനും ഒരുപാട് വർഷങ്ങളുടെ പഴക്കം, 10-60 കൊല്ലമായിട്ട് ഇങ്ങനെ അടയും ചക്രയുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ശീതയുദ്ധകാലത്തും അങ്ങനെയായിരുന്നു. ആ കാലത്ത് രണ്ടും കൂടി സെൻഡോ എന്ന് പറഞ്ഞിട്ടൊരു സഖ്യസംഘടന ഉണ്ടാക്കിയിരുന്നു. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, സെൻഡോ. റീജിയണൽ കോഓപ്പറേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് RCD, അങ്ങനെ ഒരു സംഘടനയിലും രണ്ടും അംഗമായിരുന്നു. പിന്നെ സൈപ്രസ് തുർക്കിയുടെ ഭാഗമാണെന്ന് തുർക്കി അവകാശപ്പെടുന്നു. കശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന്. അപ്പോൾ ആ രണ്ട് കാര്യത്തിൽ അവർ പരസ്പരം പിന്താങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ മറ്റേ ഗ്രീസിൻ്റെ കൂടെയാണ്, സൈപ്രസ് ഗ്രീസിൻ്റെ കൂടെയാണെന്ന് പറയുന്നത്. ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചിരിക്കുന്ന അതാണ്. അപ്പോൾ ഈ സൈപ്രസിനെ 1964-ലും 1971-ലും പാകിസ്ഥാൻ സഹായിച്ചിരുന്നു.
1983 സിയാവുൾ ഹക്ക് തുർക്കി സൈപ്രസിനെ ആദ്യം, അതായത് തുർക്കിയുടെ സൈപ്രസിനെ ആദ്യം അംഗീകരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുകയും ചെയ്തിരുന്നു സിയാവുൾ ഹക്ക് 1983. ആ തുർക്കിയുടെ സൈപ്രസിനെ അങ്ങനെ ലോകരാഷ്ട്രങ്ങളൊന്നും അംഗീകരിച്ചില്ല. സിയാവുൾക്ക് ഇന്ത്യ കാലത്ത് പാകിസ്ഥാൻ ഇറങ്ങി ഞങ്ങളിതിനെ രാജ്യമായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. UN ഒന്നും അംഗീകരിച്ചിട്ടില്ല, ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല. 2003 ഈ 2003 മുതൽ പ്രധാനമന്ത്രി എർദോഗൻ, തുർക്കിയുടെ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് എർദോഗൻ പാകിസ്ഥാനിൽ 10 തവണ 2003 മുതൽ പാകിസ്ഥാനിൽ 10 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ചെറുതല്ലല്ലോ, അല്ല എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും വരുന്നു എന്നുള്ള മട്ടിലാണ്. ഈ ഏറ്റവും ഒടുവിൽ വന്ന ഫെബ്രുവരിയിൽ പാക് ടർക്കി ഉന്നതതല സമിതിയുടെ 7ാമത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് വന്നത്. അന്നും ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ട് അയാൾ പോയി, കശ്മീർ പ്രശ്നം ഉന്നയിച്ചിട്ട് പോയി. തുർക്കിയും ഖത്തറും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ, ഈ സൗദിക്കും UAEക്കും എതിരെ നിൽക്കുന്ന ചേരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളല്ലാത്ത ഇസ്ലാമിക രാജ്യങ്ങളെ സഖ്യരാഷ്ട്രങ്ങളായിട്ട് അവർ കൊണ്ടു നടക്കും, തുർക്കിയും ഖത്തറും. അങ്ങനെയാണ് പാകിസ്ഥാൻ, മലേഷ്യ ഒക്കെ അവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കുന്നത്, തുർക്കിയുടെ ഖത്തറിൻ്റെ. 2019 ക്വാലലംപറിൽ വെച്ചൊരു ഉച്ചകോടി ഈ രാജ്യങ്ങളുടെ ചേർന്നു. പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, മലേഷ്യ, ഇന്തോനേഷ്യ, അങ്ങനൊരു ഇസ്ലാമിക ചേരി നമ്മുടെ അയലത്ത്, പശ്ചിമേഷ്യൻ ചേരി അല്ലാതെ. പക്ഷേ സൗദിക്കെതിരായ ഒരു സമ്മേളനമായിട്ടാണ് ആ ഉച്ചകോടി ഉദ്ദേശിച്ചത്. സൗദി പക്ഷേ ഇമ്രാൻഖാനെ വിളിച്ചു പറഞ്ഞു നിങ്ങളതിൽ പങ്കെടുക്കരുതെന്ന്. അങ്ങനെ ഇമ്രാൻഖാൻ അതിൽ പങ്കെടുത്തില്ല. അപ്പോൾ എർദോഗൻ ഒരു ഉപരോധം പോലെ പാകിസ്ഥാനെതിരെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമയത്ത് മാത്രം. ഇന്ത്യ സമുദ്ര താല്പര്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ തുർക്കിക്ക്. 2017 സൊമാലിയയിൽ തുർക്കി താവളം തുടങ്ങി. 2024 മാലദ്വീപിന് ഡ്രോൺ കൊടുത്തു. 2000 മുതൽ പാകിസ്ഥാനുമായിട്ട് സംയുക്ത അഭ്യാസങ്ങൾ നടത്തുന്നു. തുർക്കിയും ഇന്ത്യയുമായിട്ട് സംയുക്ത അഭ്യാസങ്ങളൊന്നും നടക്കാറുമില്ല. അപ്പോൾ ഫെബ്രുവരിയിൽ തുർക്കി സ്ഥാനപതിയെ വിളിച്ചിട്ട് നമ്മൾ ശാസിച്ചിരുന്നു. ഡിമാർക്കെ എന്ന് പറയുന്ന സംഭവം, ഈ കശ്മീരിനെ പറ്റി സംസാരിച്ചപ്പോൾ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പാകിസ്ഥാൻ MP തുർക്കി, ചൈന, അസർബൈജാൻ കൂടെ നിൽക്കുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തിയിരുന്നു. 2015 മുതൽ 24 വരെ തുർക്കിയുടെ ആയുധ കയറ്റുമതി 109% വർദ്ധിച്ചു മൊത്തത്തിൽ. അപ്പോൾ 2020 തുർക്കി ആയി ചൈന കഴിഞ്ഞാൽ പാകിസ്ഥാന് ആയുധം കൊടുക്കുന്ന 2ാമത്തെ രാജ്യം. അപ്പോൾ ഇപ്പോഴത്തെ ഈ സോങ്കർ മിസൈൽ ഉണ്ടല്ലോ, ബൈറാക്ടർ സോങ്കർ, പിന്നെ കമാൻ കേസ് ക്രൂസ് മിസൈൽ, അതും കൊടുത്തിട്ടുണ്ട്. അസീസ് ഗാർഡ് ഏറ്റവും ഒടുവിൽ കൊടുത്തിട്ടുള്ള മിസൈലാണ്. അത് പരസ്യമാക്കിയിരുന്നില്ല, ഈ യുദ്ധം വരുമ്പോഴാണ് അത് അറിയുന്നത്. അസീസ് ഗാർഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഡ്രോൺ. 2018 $1 ബില്യൺ കരാറ് ഒപ്പിട്ടിരുന്നു തുർക്കിയുമായിട്ട് പാകിസ്ഥാൻ. 4 കോർവെറ്റ്സ് യുദ്ധക്കപ്പലുകൾ 4 കൊടുക്കാനുള്ളത്. തുർക്കിയുടെ STM ഡിഫൻസ് ടെക് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ആ യുദ്ധക്കപ്പലുകൾ പണിയുന്നത്. ഈ കമ്പനി പാകിസ്ഥാൻ അന്തർവാഹിനികളും പരിഷ്കരിക്കുന്നുണ്ട്, തുർക്കിയുടെ കമ്പനി. പക്ഷേ അഗസ്ത 90B എന്ന് പറഞ്ഞത് അത് ഒറിജിനൽ ഫ്രഞ്ച് DCNS കമ്പനി കൊടുത്ത അന്തർവാഹിനികളാണ്. പക്ഷെ പരിഷ്കരിക്കാൻ ആ ഫ്രഞ്ച് കമ്പനിയെ അല്ല പാകിസ്ഥാൻ വിളിച്ചിരിക്കുന്ന, തുർക്കി കമ്പനിയാണ്. മനസ്സിലായില്ലേ? ഫ്രാൻസ് കൊടുത്ത അന്തർവാഹിനി പരിഷ്കരിക്കുന്നത് തുർക്കി. അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. അപ്പോൾ അമേരിക്കയുടെ PNS ഗാസി, അമേരിക്ക കൊടുത്ത PNS ഗാസി, അത് ആ കപ്പലിലും പരിഷ്കാര പരിപാടികൾ നടത്തുന്നത് തുർക്കിയുടെ സയോക്ലുക് ഷിപ്പ്യാർഡ് ആണ് പരിഷ്കരണം നടത്തുന്നത്. അമേരിക്ക ഉപരോധം ഉണ്ട് തുർക്കിക്കെതിരെ ഇത്തരം കാര്യങ്ങളിൽ. സ്പെയർ പാർട്സ് കൊടുക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കശ്മീരുള്ളത് കൊണ്ട്
നമ്മൾ സൈപ്രസിൻ്റെ കാര്യത്തിൽ ഗ്രീസിൻ്റെ കൂടെയാണ്. ഗ്രീസ് പിന്തുണയുള്ള സൈപ്രസ് ആണ് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ്. പാകിസ്ഥാനും തുർക്കിയും തുണയ്ക്കുന്നത് രാജ്യാന്തര അംഗീകാരമില്ലാത്ത നോർത്തേൺ സൈപ്രസിനെയാണ്, വടക്കൻ സൈപ്രസിനെ. റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് ആണ് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇവർ നോർത്തേൺ സൈപ്രസിനെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ അർമീനിയയുടെ കൂടെയാണ്, അസർബൈജാന്റെ കൂടെയല്ല. നമ്മൾ അസർബൈജാനെതിരെ അർമീനിയക്ക് ആയുധം കൊടുക്കുന്നു. അങ്ങനെയും തുർക്കിക്കെതിരെ തുർക്കിയാണ് അസർബൈജാന് ആയുധം കൊടുക്കുന്നത്. അപ്പൊ തുർക്കിക്കെതിരെ വേറെ സ്ഥലത്ത് നമുക്ക് പോർമുഖമുണ്ട്. പാകിസ്ഥാന്റെ കാര്യത്തിൽ മാത്രമല്ല, അത് നഗാർണോ കാരബാക്ക് യുദ്ധത്തിലാണ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അർമീനിയെ സഹായിക്കുന്നത് ഇവിടെ, അതുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കുന്നു തുർക്കി. അർമീനിയക്ക് ഏറ്റവും കൂടുതൽ ആയുധം കൊടുക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ ഇന്ത്യ. പാകിസ്ഥാൻ കരാർ, അസർബൈജാനുമായിട്ട് പാകിസ്ഥാന് കരാറുണ്ട്. ഉദാഹരണത്തിന് ഈ JF-17 ജെറ്റുകൾ ഉണ്ടല്ലോ, അത് ചൈനയുടെ. ഈ JF-17 ജെറ്റുകൾ അസർബൈജാന് കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. 1.6 ബില്യൺ ഡോളറിന്റെ കരാർ ആണ് അതിനുള്ളത്. അപ്പൊ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞൊരെണ്ണം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. സാമ്പത്തിക ഇടനാഴി ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്. സാധാരണഗതിയിൽ ഇത് തുർക്കി വഴിയാണല്ലോ പോകേണ്ടത്. തുർക്കി ഇതിലില്ല, തുർക്കി ഒഴിവാക്കി. അപ്പൊ തുർക്കിക്ക് ആ കാര്യത്തിൽ നിരസം ഇന്ത്യയോടുണ്ട്. അതുകൊണ്ടാണ് ഈ അയലത്ത് കിടന്ന് തുർക്കി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ യുദ്ധത്തിന്റെ ഒരു 4 ദിവസ യുദ്ധത്തിന്റെ ഒരു ബാക്കിപത്രമായിട്ട് നമ്മുടെ ബാക്ക് യാർഡിൽ കിടക്കുന്നത് അല്ലേ. തുർക്കി ഒരു കരിനിഴലായിട്ട് കിടക്കുന്നു. അവരെയും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സിന്ദൂരം തൊടിയിക്കേണ്ടി വരും. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.